ചൈനയിലെ HMPV വൈറസ് വ്യാപനത്തിൽ ലോകാരോഗ്യ സംഘടനയോട് റിപ്പോർട്ട് തേടിയ ഇന്ത്യ അസാധാരണ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാണ്. വൈറസ് വ്യാപനങ്ങളെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ് വ്യാപനം അസാധാരണമായ ആശങ്കയുയർത്തുന്നില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശകലനം. സീസണലായ വൈറസ് വ്യാപനമാണ് ഉണ്ടാകുന്നത്. തണുപ്പ് കാലത്തു ശ്വാസകോശ അണുബാധ സാധാരണമാണ്. നിലവിൽ വ്യാപനത്തെ ഭയക്കേണ്ടതില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ അറിയിച്ചു. ചൈനയിലെ സ്ഥിതിഗതികളിൽ സമയബന്ധിതമായി വിവരം കൈമാറണമെന്ന് കേന്ദ്രം ലോകാരോഗ്യ സംഘടനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാണ്. വൈറസ് വ്യാപനം ഉണ്ടാകുന്ന പക്ഷം നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ശനിയാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആശുപത്രികളുടെ ആവശ്യത്തിന് കിടക്കകളും ഓക്സിജനും ഉറപ്പാക്കിയതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു. മുൻകരുതൽ എന്ന നിലയിൽ HMPV ലക്ഷണമുള്ളവരിൽ പരിശോധന വർദ്ധിപ്പിക്കും. കൂടുതൽ ലാബുകൾ ഇതിനായി സജ്ജമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. HMPVക്ക് പുറമെ അഡനോ വൈറസ്, RSV എന്നീ ശ്വാസകോശ അണുബാധകളിലും ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ പ്രത്യേക നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ അവസാന വാരത്തോടെയാണ് ചൈനയിലെ ഇൻഫ്ലുവൻസ വ്യാപനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുന്നതിന്റെ ആശങ്കാകരമായ ദൃശ്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. ചൈനയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ സാധാരണ പനിവ്യാപനമാണെന്നും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നുമാണ് ചൈനയുടെ പ്രതികരണം. ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുള്ള വൈറസാണ് HMPV. ചുമ, പനി, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയാണ് ലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ തീവ്രത കുറവാണെങ്കിലും പ്രായമായവരിലും കുട്ടികളിലും പ്രതിരോധശക്തി കുറഞ്ഞവരിലും വൈറസ് ബാധ ഗുരുതരമായേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.